കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ദോഷങ്ങളൊക്കെ അകലാൻ കുറച്ചു കാലം എടുക്കും ഇവർക്ക്. തൽക്കാലം കരകയറി ജസ്റ്റ് നിൽക്കാനുള്ള ചില അവസ്ഥകൾ ആഴ്ചയിലെ നിലപാടുകൾ കൊണ്ട് സാധിക്കും. അതിപ്പോൾ 11ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. അവസാനത്തെ 2 ദിവസം മാത്രമാണ് ബുധൻ 12ലേക്ക് വരുന്നത്. അതുകൊണ്ട് ബുധൻ്റെ നിലപാടുകളും ശുക്രൻ്റെ നിലപാടുകളും അതുപോലെ തന്നെ ചൊവ്വ നിൽക്കുന്നതും ഇവർക്ക് സാമ്പത്തികമായി നല്ല നേട്ടത്തെ സമ്മാനിക്കും. അല്ലാതെ ചന്ദ്രൻ്റെ നിലപാടുകൾ ആദ്യത്തെ 2 ദിവസം കുടുംബത്തിൽ സന്തുഷ്ടിയും സമാധാനവും കാണുന്നു. ജീവിത പങ്കാളിയോടൊത്തും മക്കളോടൊരുമിച്ചും നല്ല അന്തരീക്ഷം, നല്ല സഹവാസം ഇവർക്കുണ്ടാകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു ദോഷങ്ങളോ ഈ ദിവസങ്ങളിൽ കാണില്ല എന്ന് തന്നെ ചിന്തിക്കണം. എന്നാൽ ആഴ്ചയുടെ പ്രത്യേകിച്ചും ചൊവ്വ, ബുധൻ, വ്യാഴം ഉച്ചവരെ അല്പം ശ്രദ്ധിക്കണം. ശാരീരികമായ അവശതയാണ് പ്രധാനമായിട്ട് കാണുന്നത്. വീട്ടിൽ ഈ നക്ഷത്രങ്ങളിലെ പുരുഷന്മാർ അവരുടെ സ്ത്രീകളോട് ഇടപഴകുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം ഈ 3 ദിവസങ്ങളിൽ. പ്രത്യേകിച്ചും മാതാവിനോടും അല്ലെങ്കിൽ ഭാര്യയോട്, അതല്ലെങ്കിൽ സഹോദരിയോടോ മകളോടോ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തിനോടോ ഒക്കെ ഇടപഴകുമ്പോൾ ഈ 3 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അവരുമായി കലഹമോ പ്രശ്നമോ അവർ പരാതി കൊടുക്കലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാനത്തെ 2.5 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടവും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ പിതാവിന് ചെറിയ ശാരീരിക അവശത കാണുന്നു. യാത്ര കൊണ്ട് ഗുണമൊക്കെ കാണുന്നുണ്ട്. പിതാവിൻ്റെ ദോഷം ചിലപ്പോൾ യാത്രയ്ക്ക് ഭാഗികമായ തടസ്സവും സൃഷ്ടിച്ചേക്കാം. കുംഭക്കൂറിനെ സംബന്ധിച്ചോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29 ആണ്.